തന്ത്രയോഗിയിൽ പ്രമുഖനായിരുന്ന ഒരു യോഗി തൻ്റെ ശരീരം വെടിയാൻ ഒരു പൗർണമി രാത്രിയിൽ തയ്യാറായി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ അടുത്തു വിളിച്ച് സമീപത്തുണ്ടായിരുന്ന ഭസ്മം ശിഷ്യൻ്റെ പുരികമധ്യത്തിൽ അണിഞ്ഞു. ആ നിമിഷം തന്നെ യോഗി ആർജിച്ച എല്ലാ ശക്തികളും ശിഷ്യനിലേക്ക് പ്രവേശിച്ചു. ഇതെങ്ങനെ സാധ്യമായി? ആ യോഗിയുടെ സിദ്ധിയാലാണോ അതോ ആരും ശ്രദ്ധിക്കാതെ പോയ ആ കുറച്ച് ഭസ്മത്താലാണോ? പ്രതലത്തിലുള്ള അംശങ്ങളെ ഉള്ളിലേക്ക് സ്വീകരിക്കാനും ഉള്ളിൽ ആവശ്യമില്ലാത്ത ടോക്സിൻസിനെ പുറംതള്ളാനും തുല്യമായി കഴിവുള്ള അവയവമാണ് ഹ്യൂമൻ സ്കിൻ. കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് മാത്രമല്ല, ചർമ്മത്തിൽ പുരട്ടുന്ന എന്തിനും ശരീരത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതിൻ്റെ ഗുണനിലവാരമനുസരിച്ച് പോസിറ്റീവായോ നെഗറ്റീവായോ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. മനുഷ്യ ചർമ്മത്തിൻ്റെ ഈയൊരു സ്പെഷ്യാലിറ്റിയെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ചികിത്സാ രീതികളിലും ചർമ്മത്തെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, മനുഷ്യ ചർമ്മത്തിന് ഭൗതിക ലോകത്തിൽ നിന്നും അദൃശ്യമായി നിലനിൽക്കുന്ന ഊർജങ്ങളെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും. അതിനെ മർമ്മസ്ഥാനങ്ങളിലൂടെ ശരീരത്തിലേക്ക് ആവാഹിക്കാനും സാധിക്കും. ഒരു സർപ്പം എങ്ങനെയാണോ അതിൻ്റെ ചർമ്മത്തിലൂടെ ചുറ്റുമുള്ള ചലനങ്ങളെക്കുറിച്ചും അന്യജീവികളെക്കുറിച്ചും ഗ്രഹിക്കുന്നത്, അതിന് സമാനമായ ഒരു എബിലിറ്റിയാണ് മനുഷ്യൻ്റെ ചർമ്മത്തിനും. പക്ഷേ സർപ്പത്തെ പോലെ ജനിക്കുമ്പോൾ തന്നെ ഈ കഴിവ് നമുക്കുണ്ടാകില്ല. അതിനായി ഋഷികൾ മുതൽ സിദ്ധർ വരെ നിത്യമായി ഉപയോഗിക്കുന്ന ഒരു സവിശേഷ പദാർത്ഥത്തിൻ്റെ സഹായം മനുഷ്യർക്ക് ആവശ്യമാണ്. അതിൻ്റെ പേരാണ് ഭസ്മം. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവൻ നിത്യവും അണിയുന്ന പദാർത്ഥമാണ് ഭസ്മം. ശിവപദാർത്ഥം എന്നതുകൊണ്ട് ഋഷികൾ സൂചിപ്പിക്കുന്നത് ഒരു ഈശ്വര സങ്കല്പത്തെയല്ല, മറിച്ച് സൃഷ്ടിയുടെ അവസാനം വരുമ്പോൾ എല്ലാത്തിനെയും ശൂന്യത്തിലേക്ക് തിരികെ ലയിപ്പിക്കുന്ന അല്ലെങ്കിൽ സംഹരിക്കുന്ന ശിവതത്വത്തെയാണ്. അത് നിത്യമായി അണിഞ്ഞാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അശുദ്ധികൾ ക്രമേണ ഇല്ലാതാകും. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കർമ്മദോഷങ്ങൾ അകലും. പക്ഷേ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഭസ്മത്തെ കൃത്യമായ രീതിയിൽ, കൃത്യസ്ഥാനത്ത്, കൃത്യസമയത്ത് ധരിക്കാൻ അറിഞ്ഞിരിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഭസ്മം അണയേണ്ടത് നിങ്ങളുടെ ഉദരത്തിൽ ഒരു വലിയ പൊട്ടിൻ്റെ രൂപത്തിലായിരിക്കണം. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു കാരണവുമുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാവിധ ഊർജങ്ങളും ആദ്യം പ്രവേശിക്കുന്നത് ഉദരത്തിലൂടെയാണ്. മനുഷ്യരുമായി ഇടപഴകുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയി വരുമ്പോഴെല്ലാം ഇത് ആവർത്തിക്കുന്നു. ഇതിൻ്റെ ഫലമായി ആ വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും വൈബ്രേഷൻ, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും, ഉദരത്തിലെ എനർജി പോയിന്റിലൂടെയാണ് നിങ്ങളിലേക്ക് പ്രവേശിക്കുക. ഇതിനാലാണ് പുറത്തുപോയി വന്നയുടൻ ശരീരം ക്ഷീണിക്കുന്നതായി തോന്നുന്നത്. ഒരേ സമയം പരിചയമില്ലാത്ത 1000 ചിന്തകൾ മനസ്സിലൂടെ ഒഴുകുന്നതായും അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ള അൺനെസസറി എനർജി മിക്സിംഗ് തടയാനാണ് രാവിലെ ഉദരത്തിൽ ഭസ്മം അണിയുന്നത്. ഓൾറെഡി അവിടെയുള്ള അശുദ്ധികൾ നശിപ്പിക്കാനും ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള അന്യ ഊർജങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാനും ഈ ഒരു വിദ്യയിലൂടെ അനായാസം സാധിക്കും. ഉച്ചസമയത്ത് സൂര്യൻ അതിൻ്റെ തീവ്രതയിൽ നിൽക്കുമ്പോൾ ഭസ്മം അണിയേണ്ടത് നെഞ്ചിൻ്റെ നടുവിലായിരിക്കണം. അതിനും കാരണമുണ്ട്. സൂര്യൻ തീവ്രമായി ജ്വലിക്കുമ്പോൾ മനുഷ്യൻ്റെ ഊർജങ്ങൾ താൽക്കാലികമായി കുറഞ്ഞു പോവാറുണ്ട്. മാത്രമല്ല, ഇതേ സമയത്ത് തന്നെയാണ് ശരീരവും ഒരുതരം ഡൾനെസ്സിലേക്ക് പ്രവേശിക്കുന്നത്. ഇവ രണ്ടും സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും സബ് കോൺഷ്യസ് മൈൻഡ് ഡോമിനൻ്റ് ആവും. അവിടെ നിങ്ങൾ പോലും അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല ബാഡ് ഹാബിറ്റുകളും നിയന്ത്രണമില്ലാതെ പുറത്തു വരുന്നതും കാണാൻ സാധിക്കും. ഒന്നോർത്ത് നോക്കിയാൽ നിങ്ങൾ അകറ്റാൻ ശ്രമിക്കുന്ന എല്ലാ നെഗറ്റീവ് തോട്ട്സും പുറത്തു വരുന്നത് ഇതേ സമയത്താണെന്ന് മനസ്സിലാക്കാം. ഇതിനെല്ലാമുള്ള ഒരു പരിഹാരമായാണ് ഭസ്മം നെഞ്ചിലണിയുന്നത്. ഭസ്മത്തിൻ്റെ ചൂടിന് അവിടെയുള്ള എനർജി പോയിന്റിനെ ഡള്ളാവാതെ ബാലൻസ് ചെയ്യാനും സൂര്യൻ്റെ സ്ഥാനമാറ്റങ്ങൾ കാരണം ഉണ്ടാവുന്ന എനർജി ലോസ് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാതെ തടയാനും സാധിക്കും. സൂര്യൻ അസ്തമിക്കുന്ന സന്ധ്യാകാലത്ത് ഭസ്മം പുരികമധ്യത്തിലാണ് അണിയേണ്ടത്. കാരണം സൂര്യൻ അസ്തമിക്കുന്നതിനൊപ്പം ഭൂമിയിലെ എല്ലാ ബാഹ്യ ശബ്ദങ്ങളും അവസാനിക്കുകയാണ്. പ്രകൃതി ഫിസിക്കൽ എനർജിയിൽ നിന്നും നോൺ ഫിസിക്കൽ എനർജിയിലേക്ക് നീങ്ങുകയാണ്. സ്വാഭാവികമായും ഈ സമയത്തായിരിക്കും മനുഷ്യർക്ക് അദൃശ്യമായ ഹയർ വൈബ്രേഷനിലുള്ള തലങ്ങളെ സ്പർശിക്കാൻ എളുപ്പത്തിൽ സാധിക്കുക. നാമജപങ്ങളും പ്രാർത്ഥനകളും യോഗ സാധനങ്ങളും സന്ധ്യാകാലത്ത് ചെയ്യുന്നത് ഉത്തമമാണെന്ന് ഋഷികൾ ഉപദേശിച്ചതും ഇതിനാലാണ്. ഈ നേരത്ത് പുരികമധ്യത്തിൽ അണിയുമ്പോൾ ഇത്തരം ഹയർ എനർജികളെ ശരീരത്തിലേക്ക് ആവാഹിക്കാനുള്ള ഒരു വാതിലായി ഭസ്മം പ്രവർത്തിക്കുന്നു. അല്പം ശ്രദ്ധയും നിഷ്ഠയുമുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന പ്രക്രിയ ഒന്ന് ചെയ്തു നോക്കുക. ഇപ്പോൾ പറഞ്ഞ എല്ലാ അനുഭവങ്ങളും ശരീരത്തിന്
തീർച്ചയായും ലഭിക്കും. സൂര്യാസ്തമയത്തിന് ഏതാനും നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ പുരിക മധ്യത്തിൽ ഭസ്മം അണിയുക. ആകാശം വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു തുറന്ന സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ സുഖാസനത്തിലോ ചമ്മറം പടഞ്ഞോ ആകാശത്തിലേക്ക് നോട്ടമുറപ്പിച്ച് നട്ടൽ നിവർത്തി ഇരിക്കുക. ശേഷം കണ്ണടച്ച് തല ഒരു ആൻറ്റന പോലെ മുകളിലേക്ക് ഉയർത്തി നെറ്റിയുടെ നടുവിൽ ശ്രദ്ധ കൊണ്ടുവരിക. ഇങ്ങനെ 10 മുതൽ 15 മിനിറ്റ് വരെ തുടരാം. ഇത് പൂർത്തിയായാൽ തല താഴ്ത്തി റിലാക്സ് ചെയ്യുക. ഏതാനും നിമിഷത്തിന് ശേഷം കണ്ണുകൾ തുറക്കാവുന്നതാണ്. കുറച്ച് ദിവസങ്ങൾ മുടങ്ങാതെ ഇത് പരിശീലിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ പെർസെപ്ഷൻ പവറും വർദ്ധിക്കുന്നതായിരിക്കും. ഭസ്മത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും എനർജി ഉപയോഗിക്കുന്നത് കൊണ്ട് നോൺ ഫിസിക്കൽ എനർജി എന്നാൽ എന്താണെന്നും അതിനെ എങ്ങനെ ബോധപൂർവം ആക്സസ് ചെയ്യാമെന്നും ഈ വിദ്യയാൽ മനസ്സിലാകും. ഭസ്മത്തെ പോലെ അനേകം പദാർത്ഥങ്ങൾ ഭൂമിയിലുണ്ട്. അവ എന്താണെന്നും എപ്പോൾ എങ്ങനെ പ്രയോഗിക്കണമെന്നുമുള്ള അറിവുകൾ ദൗർഭാഗ്യവശാൽ നഷ്ടപ്പെടുകയും ചെയ്തു. ആത്മീയ ജ്ഞാനത്തിനും ഉയർന്ന ബോധത്തിനും ലക്ഷ്യമിടുന്നതിന് പകരം പല വിശ്വാസങ്ങൾക്കും അജ്ഞതകൾക്കും മനുഷ്യർ പ്രാധാന്യം നൽകി. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ മനുഷ്യവർഗം അനുഭവിക്കുന്ന എല്ലാ യാതനകൾക്കും കാരണം.